നമസ്കാരം. NCPയിലെ PC ചാക്കോയുടെ രാജിക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒപ്പം തന്നെ CPMൻ്റെയും അന്ത്യശാസനമായിരുന്നു. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കാൻ അറിയാമെന്ന് വീമ്പ് പറഞ്ഞ നേതാവായി സഹകരിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ സഹകരിക്കില്ല എന്നും ചാക്കോ ഈ സ്ഥാനത്ത് തുടർന്നാൽ NCPയെ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നുള്ള CPMൻ്റെ തിട്ടൂരം, ആ നിലപാട്, അതാണ് രാജിയിലേക്ക് എത്തിയത്. ഇത് മനസ്സിലാക്കിയാണ് ചാക്കോ രാജിവെച്ചത്. ചാക്കോ അധ്യക്ഷനായി തുടർന്നിരുന്നുവെങ്കിൽ മന്ത്രി AK ശശീന്ദ്രൻ പാർട്ടി വിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. തോമസ് കെ തോമസിനും ഇടതുപക്ഷത്ത് നിൽക്കാനാണ് ഇപ്പോൾ താല്പര്യം തന്നെ. ഇത് മനസ്സിലാക്കിയാണ് NCPയിലെ പിളർപ്പ് ഒഴിവാക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ തന്നെ നേരിട്ടിടപെട്ടത്. പവാറിൻ്റെ അനുമതിയോടെയാണ് ചാക്കോയുടെ രാജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുതിയ അധ്യക്ഷനെ പവാർ തന്നെ ഉടൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. PC ചാക്കോ രാജിവെച്ച ഒഴിവിൽ NCPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ നിർദ്ദേശിച്ചുകൊണ്ട് മന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തിക്കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മന്ത്രിയായിട്ട് ശശീന്ദ്രന് തുടരുകയും ചെയ്യാം. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഈ നിർദ്ദേശം അറിയിച്ച് ഇമെയിൽ സന്ദേശവും അയച്ചു കഴിഞ്ഞു. നേതൃത്വം ആവശ്യപ്പെട്ടാൽ ചുമതല ഏറ്റെടുക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ തോമസ് കെ തോമസും. മന്ത്രിയില്ലെങ്കിൽ അധ്യക്ഷനെങ്കിലും ആകാം എന്നുള്ളതാണ്. ഇതോടെ NCP കേരള ഘടകത്തിൽ ചാക്കോയുടെ നില ദുർബലമായി കഴിഞ്ഞു. ചാക്കോ പുറത്താവുകയാണ്. തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തെങ്കിലും ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനമാകും അംഗീകരിക്കുക എന്ന് ശശീന്ദ്രൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇക്കാര്യം തോമസിനെയും ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സംസ്ഥാന പാർട്ടിയിൽ ഉടലെടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അത് വളരെ രമ്യമായി പരിഹരിച്ചു പോവുക എന്നതാണ് AK ശശീന്ദ്രൻ പക്ഷത്തിൻ്റെ നിലപാട് എന്നാണ് അറിയാൻ കഴിയുന്നത്. CPMും ഇത്തരത്തിലുള്ള നിലപാടാണ് ആഗ്രഹിക്കുന്നത്. ചാക്കോയെ പിന്തുണയ്ക്കുന്നവർക്ക് ഇടതുപക്ഷത്ത് സ്ഥാനമുണ്ടാകില്ല എന്ന് തന്നെയാണ് CPMൻ്റെ നിലപാട്. AK ശശീന്ദ്രൻ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെ ഏലത്തൂർ സീറ്റ് ഒഴിവ് വന്നാലും PC ചാക്കോയെ അവിടെ CPM മത്സരിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കൂടിയാണ് ചാക്കോ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നടക്കുന്നതെല്ലാം യുക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എന്നാണ് തോമസ് കെ തോമസ് പക്ഷവും കരുതുന്നത്. കാരണം തോമസിന് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മന്ത്രിമാറ്റം എന്ന ആവശ്യവുമായി തനിക്കൊപ്പം നിന്നിട്ട് അവസാന നിമിഷത്തിൽ മറുകണ്ഠം ചാടിയ തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നതിന് തടയിടാൻ ചാക്കോയെ കൊണ്ടാവുന്നത്രയും ചാക്കോ ശ്രമിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ മറ്റു ചില നേതാക്കളുടെ പേര് ഈ സ്ഥാനത്തേക്ക് ചാക്കോ തന്നെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പവാറിലുള്ള ചാക്കോയുടെ സ്വാധീനമനുസരിച്ചാവും തീരുമാനം ഇവിടെ നടപ്പിലാക്കാൻ പോവുക. സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള PM സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ചാക്കോ നടത്തുന്നുണ്ട്. എന്നാൽ ശശീന്ദ്രനെ അവഗണിക്കാൻ ശരത് പവാറിന് കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. LDFൽ ശശീന്ദ്രനുള്ള സ്വീകാര്യതയും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോടുള്ള അനുഭാവവും കണ്ടില്ല എന്ന് നടിക്കാനും ശരത് പവാറിനാവില്ല. താമസിയാതെ തന്നെ പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കേണ്ടതുണ്ട്. അധ്യക്ഷനാകാനുള്ള മത്സരത്തിന് മുന്നിൽ തോമസ് കെ തോമസ് MLA ആണ് മുൻപിൽ നിൽക്കുന്നത്. രാജി സംബന്ധിച്ച് രണ്ടാം ദിവസവും പ്രതികരണവും ആയിട്ട് ചാക്കോ എത്തിയിട്ടുമില്ല. രാജി സമ്മർദ്ദ തന്ത്രമാണോ എന്നുള്ള സംശയം ചിലർ പങ്കുവയ്ക്കുമ്പോഴും ചാക്കോയുടെ വിശ്വസ്തനായിട്ടുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KR രാജൻ രാജി സ്വീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പവാറിന് കത്തയക്കുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസമുണ്ടായി. മന്ത്രിസ്ഥാനം ലഭിക്കില്ല എന്നുറപ്പായതോടുകൂടി ചാക്കോയെ വിട്ട് AK ശശീന്ദ്രനൊപ്പം ചേർന്ന തോമസ് കെ തോമസ് ആ വിഭാഗത്തിൻ്റെ പിന്തുണയോടെ പ്രസിഡന്റാകാൻ കഴിയുമെന്ന പ്രതീക്ഷയുമാണ്. പവാറിനെ നേരിട്ട് കണ്ട് അവകാശവാദം ഉന്നയിക്കുവാൻ ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്ന NCPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PC ചാക്കോ, അല്ലെങ്കിൽ ആയിരുന്ന PC ചാക്കോ, ആ PC ചാക്കോയുടെ പ്രസംഗം പുറത്തു വന്ന സാഹചര്യം പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് തെളിവായി പറയപ്പെടുന്നു. മന്ത്രിമാറ്റത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ചാക്കോയുടെ ഇത്തരത്തിലുള്ള വിമർശനം പോലും. കുറിക്കുകൊള്ളും വിധം മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ തനിക്കറിയാമെന്ന PC ചാക്കോ NCPയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിൽ പ്രസംഗിച്ചതിൻ്റെ ആ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നതും ഇത് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നു. അപ്പോൾ NCPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കുറച്ച് നാളായിട്ട് തന്നെ വലിയ തോതിൽ വിഭാഗീയത നിലനിൽക്കുന്നുമുണ്ട്. മന്ത്രിമാറ്റത്തിന് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കുറിക്കുകൊള്ളുന്ന വിധം തനിക്ക് സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ തനിക്ക് സംസാരിക്കാൻ അറിയാമെന്നാണ് PC ചാക്കോയുടെ വീരവാദം. ജനുവരി 27 തിരുവനന്തപുരത്ത് ചേർന്ന NCPയുടെ യോഗമാണ് അലങ്കോലമായി പിരിഞ്ഞതും ഈ യോഗത്തിലായിരുന്നു മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുള്ള അതൃപ്തി PC ചാക്കോ പരസ്യമാക്കിയത്.
അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നാണ് ആ ശബ്ദരേഖയിൽ പി സി ചാക്കോ പറയുന്നത് എന്നാണ്. കാരണം നിങ്ങളതിൽ നിർബന്ധം പിടിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം ആണെന്ന് ചാക്കോ പലവട്ടം മറുപടി നൽകി. പക്ഷേ പാർട്ടിയുടെ തീരുമാനമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടും അങ്ങത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിനപ്പുറത്തോട്ടൊന്നും താൻ പറഞ്ഞില്ല എന്നും പി സി ചാക്കോ പറയുന്നുണ്ട്. പക്ഷെ പലതും പറയാമായിരുന്നുവെന്നും ഇടതുപക്ഷ മുന്നണിയിൽ ഇക്കാര്യം ഉന്നയിക്കാമായിരുന്നുവെന്നും ഒക്കെ പി സി ചാക്കോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതായത് അങ്ങനെ ചെയ്താൽ നല്ല പബ്ലിസിറ്റി കിട്ടുന്ന ഒരു സമീപനം കിട്ടിയേനെ. മാത്രമല്ല തനിക്ക് നല്ല കുറിക്ക് കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ കൊള്ളുന്ന പോലെ പലതും ചെയ്യാൻ കഴിയുമെന്നും ഒക്കെ ആ ശബ്ദരേഖയിൽ പി സി ചാക്കോ പറയുന്നുണ്ട്. LDF ഇടുമെന്ന സൂചനയും ചാക്കോ അതോടൊപ്പം യോഗത്തിൽ നൽകുകയും ചെയ്തു. അപ്പോൾ എതിർചേരിയിലുള്ളവർ ഇത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് CPM-നെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പി സി ചാക്കോ തോമസ് കെ തോമസിന് വേണ്ടി മന്ത്രിമാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തു. കാരണം ഈ AK ശശീന്ദ്രനോടുള്ള ഒരു വല്ലാത്ത വിദ്വേഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിനെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോയി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ശബ്ദരേഖ അത് പുറത്തു വന്നതോടുകൂടി CPM ഒരു നിലപാടിലേക്ക് എത്തി. NCPയുടെ അധ്യക്ഷനായുള്ള പി സി ചാക്കോ നിലനിൽക്കുന്നിടത്തോളം കാലം മന്ത്രിമാറ്റം ഉണ്ടാവില്ല. മാത്രമല്ല NCPയെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കുവാനുള്ള തീരുമാനത്തിലേക്കും പോയി. ഇതാണ് പ്രശ്നം. അപ്പോൾ AK ശശീന്ദ്രൻ വിഭാഗം പാർട്ടി വിടുന്നുള്ള സൂചന ലഭിച്ചതോടുകൂടി, കാരണം AK ശശീന്ദ്രൻ മന്ത്രിയായി മരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം. അതുകൊണ്ട് തന്നെ അദ്ദേഹം LDF ഇടുന്ന കാര്യം നടപ്പിലാവില്ല. NCP പൊക്കോട്ടെ, പകരം അദ്ദേഹം LDFനോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഒരു രീതി. അങ്ങനെ LDF തന്നെ 2026 മന്ത്രിയാക്കും, അല്ലെങ്കിൽ വീണ്ടും മന്ത്രിസഭ LDFനെ തന്നെ വരുമെന്നുള്ളൊരു സാഹചര്യത്തിൽ അപ്പോൾ LDFനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നല്ലത് എന്നും, മാത്രമല്ല ശശീന്ദ്രൻ ഇനി ഏലത്തൂരിൽ മത്സരിക്കാത്തൊരു സാഹചര്യത്തിൽ ആ സീറ്റിലേക്ക് തോമസ് കെ തോമസിനെ പരിഗണിക്കുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഇനി LDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് നല്ലതെന്ന് തോമസ് കെ തോമസും മനസ്സിലാക്കിയതോടുകൂടിയാണ് AK ശശീന്ദ്രൻ വിഭാഗത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് LDFൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചതും പി സി ചാക്കോയെ ചവിട്ടി പുറത്താക്കിയതും. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ പിന്നിൽ നിന്ന് കുത്തിയത് തോമസ് കെ തോമസ് തന്നെയാണ്. ആ തോമസ് കെ തോമസും AK ശശീന്ദ്രനും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വീണ്ടും കേരളത്തിലെ NCPയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ വലിഞ്ഞു കയറി വന്ന പി സി ചാക്കോയുടെ അവസ്ഥ വല്ലാതെ ദുരിതമായി മാറി. ഇനി അദ്ദേഹത്തിന് രക്ഷിക്കാൻ ആരുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിലേക്ക് മടങ്ങാനും കഴിയില്ല, NCPയുടെ ഭാഗമാകാനും കഴിയില്ല. ഒന്നുകിൽ ഇനി BJPയുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുകയോ ചെയ്യുക എന്നത് മാത്രമാണ് ഇനി പി സി ചാക്കോയുടെ മുമ്പിലുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം, അങ്ങ് പശ്ചിമ ബംഗാളിലേക്ക് പോകണം, അവിടെ തൃണമൂൽ കോൺഗ്രസുമായി സംസാരിക്കണം. തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉപയോഗിച്ച് അവരോടൊപ്പം ചേർന്ന് ആ പാർട്ടിയിലായിരിക്കും ഇനി കൂടുകൂട്ടാൻ പി സി ചാക്കോ പോകുന്നത്.